കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ ടിക്കറ്റ് തീപിടിച്ചു പോയതായി വാർത്ത. കായംകുളം കൊയ്പ്പള്ളി ശരണ്യ നിവാസിൽ വിശാലാണ് ഹതഭാഗ്യൻ. കഴിഞ്ഞ 19-ന് തൃശൂരിൽ നിന്നും വിശാൽ എടുത്ത ബമ്പർ ടിക്കറ്റ് ചപ്പുചവറുകൾക്കൊപ്പം വീട്ടുകാർ തീയിട്ട് നശിപ്പിച്ചു. നറുക്കെടുപ്പ് കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ടിട്ടും 8 കോടിക്ക് അവകാശികൾ കൂടി എത്താതായതോടെ ടിക്കറ്റ് നഷ്ടപ്പെട്ട വിശാലും വിഷമത്തിലാണ്. ഓണം ബമ്പർ തുകയായ 8 കോടി രൂപ അടിക്കുമെന്ന പ്രതീക്ഷയിൽ വാങ്ങിയ ടിക്കറ്റ് മകൻ കളിപ്പാട്ടമാക്കാതിരിക്കാനാണ് തൻ്റെ മൊബൈൽ ഫോണിൻ്റെ കവറിനുള്ളിൽ അത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് വീടാകെ വൃത്തിയാക്കിയപ്പോൾ പഴയ ഫോൺ കവറും തീയിട്ട് നശിപ്പിച്ചു. വിശാൽ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് വീട്ടുകാർക്ക് ഈ അബദ്ധം പറ്റിയത്. ഈ തൃശ്ശൂരിൽ നിന്ന് ജോൺസന്റെ ഏജൻസിയുടെ ലോട്ടറിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ ലോട്ടറി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഓണത്തിന്റെ ആ വൃത്തിയാക്കലിൽ കത്തിച്ച് കളയാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഞാൻ ഒരു മൊബൈലിന്റെ ബോക്സിന് ഇട്ട് വെച്ചിരുന്നത് വീട്ടിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് തൃശ്ശൂരിലുള്ള സുഹൃത്തിന്റെ വിവാഹത്തിന് പോയ വഴിക്കാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ തൃശ്ശൂരിൽ നിന്നും വിശാൽ വാങ്ങിയത്. തൃശ്ശൂർ കുതിരാനിൽ നിന്നും സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റയാളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. 8 കോടിയുടെ ഫലം പുറത്തുവന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും അവകാശികൾ വരാതിരിക്കുന്നതും വിശാലിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.